സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ കനത്ത ചൂടിനൊപ്പം ചില പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം പൊടിക്കാറ്റുമുണ്ടായി. മദീന, മക്ക, അൽബഹ, അസീർ, നജ്റാൻ മേഖലകളിൽ രൂപം കൊണ്ട കാറ്റ് മിക്ക സ്ഥലങ്ങളിലും പൊടിപടലങ്ങൾ പടർത്തി. വരും ദിവസങ്ങളിലും പൊടിക്കാറ്റ് അടിച്ചു വീശുമെന്നും ഇത് ദൂരക്കാഴ്ച കുറയ്ക്കാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. റിയാദ് മേഖലയുടെ പടിഞ്ഞാറൻ, തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളെയും ഈ കാലാവസ്ഥാ മാറ്റം ബാധിക്കുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു. ജീസാൻ, അസീർ മേഖലകളിലെ ചില ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും ദൃശ്യപരത വളരെ കുറയ്ക്കുന്ന പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ഉയർന്ന താപനില തുടരുമെന്നും ആരോഗ്യ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പാലിക്കുന്നതിൽ ജാഗ്രത തുടരണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. റിയാദിലെ അൽ ഖലീജ് ഡിസ്ട്രിക്റ്റിൽ ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസിന് കീഴിലെ അഗ്നിശമന സേനയെത്തി കാറിലെ തീയണച്ചു. കാറിലുണ്ടായിരുന്നവർ തീ കണ്ടപ്പോൾ തന്നെ നിർത്തി പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആളപായങ്ങളൊന്നുമില്ല. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. രാജ്യത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാന റിപ്പയറിംഗ് കേന്ദ്രം സ്ഥാപിക്കാൻ ഈ മേഖലയിലെ ഭീമൻ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻസ്, എയർബസ് ഹെലികോപ്റ്റേഴ്സ് കമ്പനികളുമായി സൗദി മിലിറ്ററി ഇൻഡസ്ട്രീസ് കരാർ ഒപ്പിട്ടു. പൊതു നിക്ഷേപ ഫണ്ടിന് കീഴിലുള്ള പ്രതിരോധ കമ്പനിയാണ് സൗദി മിലിറ്ററി ഇൻഡസ്ട്രീസ്. അന്താരാഷ്ട്ര കമ്പനികളുമായി 2 കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഈ മാസം 22 മുതൽ 26 വരെ ബ്രിട്ടനിൽ നടക്കുന്ന ഫൺബറോ ഇന്റർനാഷണൽ എയർ ഷോ പരിപാടിക്കിടയിലാണ് കരാർ ഒപ്പിടൽ ചടങ്ങ് നടന്നത്. ദാഖ്ലിയ ഗവർണറേറ്റിലെ ബഹ്ല വിലായത്തിൽ പൊതു ക്രമസമാധാനം തടസ്സപ്പെടുത്തുകയും സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയും ചെയ്ത് മോട്ടോർ ബൈക്ക് ഓടിച്ച 30 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈക്കുകളും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ദാഖ്ലിയ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നേരത്തെയും സമാന സംഭവങ്ങൾ ദാഖ്ലിയ ഗവർണറേറ്റിലെ നിസ്വയിലടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബൈക്കോടിച്ച 32 പേരെ അറസ്റ്റ് ചെയ്യുകയും 53 ബൈക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ശക്തമായ നടപടികളും സ്വീകരിച്ചിരുന്നു. വടക്കൻ ബത്തിന ഗവർണറേറ്റിലെ സൊഹർ വിലായത്തിൽ പ്രവാസികളുടെ വാഹനം മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. ഏഷ്യൻ രാജ്യക്കാരായ പ്രവാസികളിൽ നിന്നും ബലമായി വാഹനം മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചവരെ പിടികൂടിയതായും നടപടി സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഇന്നലെ രാവിലെ 10 മണിക്ക് കോഴിക്കോട് നിന്നും ദോഹയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് IX 375 വിമാനം മസ്കറ്റിലിറക്കി. സാങ്കേതിക തകരാർ കാരണം ദോഹയിലെത്താൻ സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് വിമാനം റൂട്ട് മാറ്റി മസ്കറ്റിലിറക്കിയതെന്നാണ് വിവരം. അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്ന എണ്ണക്കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. കാണാതായ 16 പേരിൽ 10 പേരെയാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇവരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. തിരച്ചിലിന് സഹായിച്ച ഇന്ത്യൻ നേവി ഉൾപ്പെടെയുള്ളവരോട് നന്ദി അറിയിക്കുന്നതായും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ വ്യക്തമാക്കി. ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കയിൽ നിന്നും 25 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് ഈ മാസം 15-ന് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ 16 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയും പങ്കാളികളായിരുന്നു. INS തേജും വ്യോമ നിരീക്ഷണത്തിന് P-81 വിമാനവുമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ 8 ഇന്ത്യക്കാരെ കരക്കെത്തിച്ചതായും ഇവർക്ക് ആവശ്യമായ പരിചരണം നൽകിയതായും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അറിയിച്ചിരുന്നു. ശ്രീലങ്കൻ സ്വദേശിയാണ് രക്ഷപ്പെട്ട മറ്റൊരാൾ. മരണപ്പെട്ടയാൾ ഇന്ത്യക്കാരനാണ്. അതേസമയം മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്നും വാതക ചോർച്ചയില്ലെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നതെന്നും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചിരുന്നു. യമനിലെ ഏദൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന എണ്ണക്കപ്പലാണ് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞത്. ഒമാനിൽ കൂടുതൽ തൊഴിൽ മേഖലകളിൽ പ്രവാസികൾക്ക് വിലക്ക് വരുന്നു. തൊഴിൽ വിപണിയിൽ ഒമാനികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണിത്.
30-ലധികം തൊഴിലുകൾ കൂടി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. സർക്കാർ നിർദ്ദേശിച്ച സ്വദേശിവൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി രാജ്യത്തിന്റെ ഭരണ യൂണിറ്റുകളും സർക്കാർ കമ്പനികളും ഒരു ഇടപാടുകളും ഉണ്ടായിരിക്കില്ലെന്നും തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കി. സെപ്റ്റംബർ മുതൽ പുതിയ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരും. തൊഴിൽ മന്ത്രാലയവും സ്വകാര്യ മേഖലാ കമ്പനികളും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുകയെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. അതോടൊപ്പം എല്ലാ സ്വകാര്യ കമ്പനികളും ആവശ്യമായ തൊഴിൽ നിലവാരം ഉണ്ടാക്കിയെന്നും സർക്കാർ ആവശ്യപ്പെട്ട സ്വദേശിവൽക്കരണ തോത് നടപ്പിലാക്കിയെന്നും കാണിക്കുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. പുതിയ ഉത്തരവ് നടപ്പിലാക്കാത്ത കമ്പനികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. എന്നാൽ പുതുതായി വിദേശികൾക്ക് നിരോധനം വരുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും ഒരു സ്വദേശിയെങ്കിലും ജോലിക്ക് വെച്ചിരിക്കുകയും അവർക്ക് അനുയോജ്യമായ തൊഴിലുകൾ നൽകുകയും വേണം. സ്വദേശിവൽക്കരണ ശതമാനം വർദ്ധിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാനുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജിനും മന്ത്രാലയം അംഗീകാരം നൽകി. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ നിരക്ക് വർദ്ധിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വർക്ക് പെർമിറ്റ് ഫീസുകൾ പുനരാലോചിക്കാനും തീരുമാനമുണ്ട്. സ്വദേശിവൽക്കരണവുമായി സഹകരിക്കാത്ത സ്ഥാപനങ്ങളുടെ വർക്ക് പെർമിറ്റ് ഫീസുകൾ ഇരട്ടിപ്പിക്കുകയും ചെയ്യും. തൊഴിൽ മാർക്കറ്റിലെ പുതിയ നിയമങ്ങൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രാലയം അധികൃതർ പരിശോധനകളും നടത്തും. നിലവിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ 100 കണക്കിന് തസ്തികകളിൽ പ്രവാസികൾക്ക് തൊഴിൽ വിലക്കുണ്ട്. ഈ വിഭാഗങ്ങളിലൊന്നും പ്രവാസികൾക്ക് വിസ അനുവദിക്കുന്നില്ല. പുതുതായി തൊഴിൽ വിലക്ക് വരുന്ന വിഭാഗങ്ങളിലും പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകും. നേരത്തെ ഏർപ്പെടുത്തിയ വിസ വിലക്കുകൾ മൂലം ആയിരക്കണക്കിന് പേർക്കാണ് ജോലി നഷ്ടമായിരുന്നത്. അതേസമയം തൊഴിൽ വിപണിയിൽ ഒമാനി കേഡറുകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. നിർബന്ധിത ഒമാനൈസേഷൻ നിരക്കുകൾ കൈവരിക്കാത്ത കമ്പനികൾക്ക് കൂടുതൽ പിഴ ചുമത്തണോ, ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം മുഖേനയുള്ള പരിശോധന വർദ്ധിപ്പിക്കണോ, തൊഴിൽ വിപണിയിൽ ഒമാനി തൊഴിലാളികളെ ശാക്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പങ്കിടുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും മറ്റുമാണ് ഇതിൽ അടങ്ങിയിരുന്നത്. കൂടുതൽ മേഖലയിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്താൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. പ്രവാസികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനുള്ള മാർഗരേഖ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, IT മേഖലകളിൽ ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കും. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികളും അനുവദിക്കും. 2025 ജാനുവരി മുതൽ നടപടികൾ ആരംഭിക്കും. 2027 അവസാനം വരെ ഇത് തുടരും. ഇതിന് മുന്നോടിയായി തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചതായും മന്ത്രാലയം അറിയിച്ചു. 2024 ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%വുമായിരിക്കും സ്വദേശിവൽക്കരണം ലക്ഷ്യമിടുന്നത്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നതാണ് പുതിയ നീക്കം. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, IT മേഖലകളിലാണ് നിരവധി പ്രവാസികൾ തൊഴിലെടുക്കുന്നത്.